Hello, good afternoon. Good afternoon. റെഡിയായോ എല്ലാവരും ക്ലാസ്സിന് വേണ്ടി? യെസ്. സോ ഗുഡ് ആഫ്റ്റർനൂൺ വൺസ് അഗെയിൻ. ഒരാളൊരു ഗുഡ് ആഫ്റ്റർനൂൺ ഒന്ന് തിരിച്ചു പറയോ, എന്നിട്ട് വേണം എനിക്ക് സൗണ്ട് ഓഫ് ചെയ്യാൻ. സൗണ്ട് ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ സൗണ്ട് ഓഫ് ചെയ്തോളാം. ഇന്നലെ ഞാൻ ഇതുപോലെ ക്ലാസ് എടുത്തോണ്ടിരുന്നിട്ടേ നമ്മള് ഇങ്ങനെ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. ഒരു ക്ലാസ്സിൽ എവിടെയായിരുന്നു ഞാൻ നോക്കട്ടെ. അപ്പൊ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടേയിരുന്നു. ബിഗിനിങ്ങില് നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോ ചില ക്ലാസ്സുകാരൊന്നും എത്ര പറഞ്ഞാലും റെസ്പോണ്ട് ചെയ്യില്ല. ഞാൻ നമ്മൾ ക്ലാസ് എടുക്കും അല്ലെ. അപ്പൊ ക്ലാസ് എടുത്ത് ഇൻ ബിറ്റ്വീനിൽ എന്തോ ഒരു കാര്യം ഞാൻ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇതുപോലെ ചോദിച്ചു. പക്ഷെ ചോദിച്ചപ്പോ എന്താടാ, ആരൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്, ആൻസർ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കണില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം നിങ്ങൾ അവിടെ ഇങ്ങോട്ട് കിട്ടുന്ന സൗണ്ട് എനിക്ക് വരുന്നില്ല, എനിക്ക് മാത്രം കേൾക്കണില്ല. ബാക്കി എല്ലാ സ്റ്റുഡൻസിനും അവർക്കൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്കാണ് ആൻസർ തരുന്നത്. കുട്ടി ആൻസർ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ളത് കൂടിയാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. ഇപ്പൊ ഒരു മൈക്കിൽ കൂടി ആണെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സ്പീച്ച് ഒക്കെ നടത്താൻ വേണ്ടി ചെല്ലുമ്പോ അല്ലെ, നമ്മൾ ജസ്റ്റ് ഒന്ന് മൈക്ക് ടെസ്റ്റ് ചെയ്യും അല്ലെ, മൈക്ക് ടെസ്റ്റിംഗ് ചെയ്യും, ഹലോ പറയും ചിലപ്പോ. അപ്പൊ ഹലോ പറയുമ്പോ ചിലപ്പോ തിരിച്ച് അവര് ഹലോയോ ഗുഡ് മോർണിംഗ് ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വെച്ചാൽ അത് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായി ഓക്കെ ഇത് അവർക്ക് കേൾക്കുന്നുണ്ട് അല്ലെ. സാഹചര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് കൂടിയാണ്. അപ്പൊ ഒരാള് ആരെങ്കിലും അവര് പറയട്ടെ ഇവരെ പറയട്ടെ എന്ന് നമ്മൾ വിചാരിക്കില്ല. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേക്കാം കേട്ടോ. യെസ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മള് എന്താ പറയാ, കഴിഞ്ഞ ക്ലാസ്സിൽ സം ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഡിസിപ്ലിനറി പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഹൗ ദ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് ഹാവ് ബീൻ കെപ്റ്റ് മെയിൻറ്റെയിൻഡ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഡിസിപ്ലിൻ പ്രൊസീജിയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് ആണ്. അപ്പൊ ആ ഗൈഡ് ലൈനുകൾ ഉപയോഗിച്ചിട്ടാണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ ഫ്രെയിം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. ഏതെങ്കിലും എംപ്ലോയി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഞാൻ എടുത്തു ഓർമ്മയുണ്ട്, ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയോ ഒക്കെ ഇതുപോലെയുള്ള മിസ്കണ്ടക്ട് ചെയ്തു അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനുള്ള ആക്ഷൻ എടുക്കണം. അതിനുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വേഗം തന്നെ അത് ആരാണോ ചെയ്തതെന്ന് വെച്ചാൽ ആളെ പിടിച്ചോണ്ട് പോയിട്ട് ആൾക്ക് പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ള ആക്ഷൻ അല്ല. പിന്നെ എന്താ ആക്ഷനാ, അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് whether that employee or employees had made some misconduct, അതിനു വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഒരു എൻക്വയറി ഓഫീസറിനെ അതിനുവേണ്ടി വെച്ച് ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനുള്ള ആ ഒരു ശ്രമം, അതാണ് ആദ്യത്തെ പടി. അതാണ് പറയുന്നത് പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. അത് അന്വേഷിച്ച് അതിന്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് പിന്നെ അത് അങ്ങനെയൊക്കെയാണ് കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞാലാണ് പണിഷ്മെന്റിലേക്ക് ലാസ്റ്റ് എത്തുന്നുള്ളൂ. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, prompt action should be taken. Proper documentation of the misconduct. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്നത് പോലെ കേൾക്കുന്നുണ്ടോ? കേൾക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ? സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ, യെസ്, പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട്. ഇനി ഈ മിസ്കണ്ടക്ട് എന്താണോ നമ്മുടെ എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയീസ് ചെയ്തത് അത് കൃത്യമായിട്ട് റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് മാറ്റി വെക്കണം. കാരണം പിന്നീട് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ എംപ്ലോയീസിന്റെ മാനേജ്മെന്റിന്റെ ഇടയ്ക്കൊക്കെ വരികയാണെങ്കിൽ ഞാൻ എന്ത് മിസ്കണ്ടക്റ്റാ ചെയ്തേ, ഇത് പ്രോപ്പർ ആയിട്ട് റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് എഴുതി വെച്ചില്ല എങ്കിൽ പിന്നീട് അന്വേഷണം വരും. എവിടെയാണ് തെളിവ്? സോ ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ആസ് ആൻ എവിഡൻസ്. ഇതൊരു തെളിവായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനോ പ്രൊസീഡ് ചെയ്യാനോ ഒക്കെ പറ്റും അല്ലെ.
അപ്പൊ അതുകൊണ്ട് എല്ലാ മിസ്കോണ്ടക്ട് ഏതെങ്കിലും എംപ്ലോയീസ് ഇതുപോലെ മിസ്കോണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത നമ്മൾ പറഞ്ഞ സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്, അതായത് വെൽ ക്വാളിഫൈഡ് ആൻഡ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കണം ഒരു ഓർഗനൈസേഷന്റെ ഡിസിപ്ലിൻ പോളിസി മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ഇപ്പൊ ഞാൻ ആണ് നമ്മുടെ ഇവിടുത്തെ എംപ്ലോയീസിന്റെ, അതായത് നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫ് നമ്മളുടെ ഉണ്ട്. അപ്പൊ ഈ ടീച്ചേഴ്സിന്റെ ഒക്കെ അവരൊക്കെ റെഗുലർ ആയിട്ട് അവരുടെ ജോലികളൊക്കെ അവരെങ്ങനെ ചെയ്യുന്നത്, ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് തന്നെയാണോ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സോ അവിടെ നമ്മളൊരു സൂപ്പർവൈസർ ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് ചില ആളുകൾ അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ അവര് ചെയ്യുമ്പോൾ എഗെയിൻസ്റ്റ് ഡിസിപ്ലിൻ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാനത് കണ്ണടയ്ക്കുന്നു, അത് കണ്ടില്ല എന്ന് വെക്കുന്നു, മാനേജ്മെന്റിലേക്ക് നോട്ടീസ് ചെയ്യിപ്പിക്കുന്നില്ല എന്നൊക്കെയാണെങ്കിൽ അതെന്ത് ചെയ്യും? അത് വലിയൊരു തെറ്റാണ്. കാരണം ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, അതായത് എന്തൊക്കെ ലക്ഷ്യമാണോ ലക്ഷ്യമൊക്കെ നേടിയെടുക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം. ഡിസിപ്ലിൻ പോയി കഴിഞ്ഞാൽ പിന്നെ തകർന്നു അല്ലെ, പെർഫോമൻസിൽ മോശമായിരിക്കും, എംപ്ലോയീസ് എന്താ പറയാ ഉഴപ്പാൻ തുടങ്ങും, അവർക്ക് യാതൊരു രീതിയിലുള്ള കമ്മിറ്റ്മെന്റും അവരുടെ ചെയ്യുന്ന ജോലിയോട് ഉണ്ടാവില്ല, പെർഫോമൻസിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം തകരാറാകും. അപ്പൊ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സൂപ്പർവൈസേഴ്സ്, ആരെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ലെവൽ താഴ്ന്നു പോകുകയാണെങ്കിൽ അത് കൃത്യമായി സൂപ്പർവൈസ് ചെയ്യണം. അത് വേണമെങ്കിൽ അത് മാനേജ്മെന്റിനെ നോട്ടീസ് ചെയ്യിപ്പിക്കുകയും വേണം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വേണമെങ്കിൽ അവര് വെൽ ട്രെയിൻഡും വെൽ ക്വാളിഫൈഡും ആയിട്ട് ആയിരിക്കണം. ആൻഡ് ഓൾസോ ദേ മസ്റ്റ് ബി ക്ലിയർ അബൌട്ട് ദ പോളിസീസ്. ഡിസിപ്ലിനറി പോളിസിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഈ പറഞ്ഞ ആൾക്കാർക്കും ഉണ്ടാവണം. ഇപ്പൊ ഞാനാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്, എന്താണ് ഇവിടുത്തെ ഡിസിപ്ലിൻ പോളിസി എന്ന് എനിക്ക് കംപ്ലീറ്റ്ലി അക്യുറേറ്റ് ആയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് എനിക്ക് പകുതി അറിയുള്ളൂ എന്നിട്ട് ഞാൻ ഡിസിപ്ലിൻ പോളിസി കീപ്പ് ചെയ്യണ്ടോ മറ്റേ എംപ്ലോയീസ് എന്ന് നോക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് വ്യക്തമായ അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടും മൂന്നും പറഞ്ഞതാണ് നമ്മള്. യെസ്, മൂവിംഗ് ടു ദ നെക്സ്റ്റ് പോയിന്റ്സ്. നാലാമത്തേതാണ് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ. ഫെയർ ആൻഡ് ഈക്വൽ എന്ന് പറയാം. ഒരു ഫെയർ ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആക്ഷൻ ആയിരിക്കണം എപ്പോഴും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അതായത് ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും രീതിയിൽ ഒരു എന്താ പറയാ റൂൾ ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തെറ്റിക്കുന്ന എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ അത് ഏത് ലെവൽ ഓഫ് എംപ്ലോയി ആണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട പണിഷ്മെന്റ് അല്ലെങ്കിൽ അവർ ഏത് രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. വെദർ ഹി ഓർ ഷീ മേ ബി ഇൻ ഹയർ പൊസിഷൻ, ഹയർ ലെവൽ എംപ്ലോയി ആയിരിക്കാം, മേ ബി ഇൻ ലോവർ ലെവൽ എംപ്ലോയി, ലോവർ ലെവലിലുള്ള എംപ്ലോയി ആയിരിക്കാം. അവിടെ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ല. ഇത് ഹയർ ലെവൽ എംപ്ലോയി ആയതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെ, കുഴപ്പമില്ല വിട്ടേക്ക്, അതേ തെറ്റ് തന്നെ അല്ലെങ്കിൽ അതേ ഒരു വയലേഷൻ ഓഫ് റൂൾ തന്നെ ലോവർ ലെവലിലുള്ള എംപ്ലോയി ചെയ്യുമ്പോൾ അവർക്ക് വലിയ കഠിനമായ ശിക്ഷയൊക്കെ കൊടുക്കുക. സോ ഇറ്റ്സ് നോട്ട് ഫെയർ. അത് ഫെയർ ആണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തോന്നുന്നുണ്ടോ? പാർഷ്യാലിറ്റി അല്ലേ അത്? ആണോ? പാർഷ്യാലിറ്റി അല്ലേ? ആണ് എനിക്ക് ഇഷ്ടപ്പെടുക. ആണോ അല്ലയോ? യെസ്, അങ്ങനെ ചെയ്താൽ അത് പാർഷ്യാലിറ്റി ആണ്. അപ്പൊ ഇംപാർഷ്യൽ ആയിട്ടുള്ള, അതായത് ആർക്കും ഫേവറിസം ചെയ്യാത്ത രീതിയിൽ, ആരോടും ആരെയും അനുകൂലിച്ചോ അവർക്ക് ചില ആൾക്കാരോട് പ്രത്യേക പരിഗണന, ചില ആൾക്കാരെ പരിഗണിക്കുന്നില്ല, അങ്ങനെ പാടില്ല. ലോവർ ലെവലിൽ തുടങ്ങി ഏറ്റവും ഹയർ ലെവലിലുള്ള എംപ്ലോയീസിന് ആണെങ്കിൽ പോലും when they commit any mistake, ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുക അല്ലെങ്കിൽ വയലേറ്റിംഗ് ലോ, ഏതെങ്കിലും നിയമങ്ങൾ തെറ്റിക്കുക, അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് ഈക്വൽ ആയിരിക്കണം അല്ലെ. അത് മാത്രമല്ല, പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് they have to be given some chance to clear their point. അവർക്ക് അവരുടെ എന്തുകൊണ്ട് താൻ അത് ചെയ്തു എന്നുള്ളത് വ്യക്തമാക്കാനുള്ള ഒരു സമയവും സന്ദർഭവും അവർക്ക് കൊടുത്തിട്ട് അത് എന്താ പറയാ കറക്റ്റ് ആണെങ്കിൽ, ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പണിഷ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാം. അവിടെ ഒരു അൺഫെയർ ആയിട്ടോ ഇംപാർഷ്യൽ ആയിട്ടോ ഒന്നും പാർഷ്യാലിറ്റി കാണിച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ. ക്ലിയർ ആയോ? മനസ്സിലായോ പോയിന്റ്? മനസ്സിലായോ? ഒന്ന് വേഗം തമ്പിടണേ. ഈ ഇരിക്കുന്ന ആളുകൾ മീൻസ് നമ്മളുടെ ഈ എന്താ പറയാ സ്ക്രീനിൽ വിസിബിൾ ആകുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവരുടെ തമ്പാണ് എനിക്ക് ജസ്റ്റ് പെട്ടെന്ന് കാണേണ്ടത്. കാരണം ബാക്കിയുള്ളവരെ കണ്ടതല്ലോ, ബാക്കിയുള്ളവരൊക്കെ തമ്പിടുന്നുണ്ട്. ഈ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടിന്റെ ബാക്കിൽ കൂടിയാണ് തമ്പ് പോകുന്നത്. സോ നോട്ട് സീറ്റ് കാണാൻ പറ്റില്ല, മിനിമൈസ് ചെയ്താലേ കാണുള്ളൂ. അതുകൊണ്ട് ഒന്ന് തമ്പിടുക. ഓക്കെ, യെസ്. അപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ എന്നുള്ളത് പോയിന്റിനകത്ത് ഈ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. Disciplinary action taken by the management should be
fair and impartial. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. And also next sentence underline ചെയ്യണം. It does not matter whether the violation is big or small, committed by a higher level employee or a lower level employee. The punishment should be given at least one chance to clear his point. Okay. പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ആൾക്ക് ആ ഒരു കാര്യം എന്തുകൊണ്ട് താൻ അത് ചെയ്തു, എന്തുകൊണ്ട് അങ്ങനെ ഒരു റൂൾ വയലേറ്റ് ചെയ്തു, ചിലപ്പോൾ ആൾ അതിനെ കുറിച്ച് അറിയില്ലായിരിക്കും അല്ലെ. കൃത്യമായിട്ട് അത് മറ്റൊരു കാര്യമാണ്, അവിടെ വേറെ ഏതോ പോയിന്റിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ ഡിസിപ്ലിനറി പോളിസീസ് വ്യക്തമായിട്ടും കൃത്യമായിട്ടും എംപ്ലോയീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുക, ക്ലിയർ ആയിട്ട്. അതും ഇതൊക്കെ എന്താ പറയാ, സംശയം തോന്നുന്ന രീതിയിലുള്ള പോയിന്റുകളോ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻസ് അവർക്ക് മനസ്സിലാക്കാത്ത രീതിയിലൊന്നും ഡിസൈൻ ചെയ്തു വെച്ച കാര്യമില്ല. വ്യക്തത ഉണ്ടായിരിക്കും. ഇന്നതാണ് ഇവിടുത്തെ രീതികൾ, ഇന്ന പോളിസീസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് എത്തിയിരിക്കണം. അതല്ലാതെ അങ്ങനെ ചിലപ്പോ അറിയാതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തൊക്കെ ചിലപ്പോൾ ആളുകൾ ചില റൂൾസ് തെറ്റിച്ചും വരാം. അപ്പൊ അതിന് കൃത്യമായ റീസൺ ഉണ്ടെങ്കിൽ ആ റീസൺ അനുസരിച്ചിട്ടുള്ള എന്ത് ചെയ്യുക, പണിഷ്മെന്റ് ബിഗ് ഓർ സ്മോൾ എന്താന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. അടുത്തത് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്. ഇനി എന്താ, പ്രൈവറ്റ് ആയിട്ടായിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻ കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരാളെ അവര് വയലേറ്റ് ചെയ്ത് എന്തെങ്കിലും റൂള്, അവരെന്തെങ്കിലും രീതിയിൽ മിസ്റ്റേക്ക് ചെയ്തു, മിസ്കണ്ടക്ട് ചെയ്തു എങ്കിൽ ഇൻ ദാറ്റ് കേസ് എന്താ പറയാ, പണിഷ്മെന്റ് ടു ദാറ്റ് അൺഡിസിപ്ലിൻഡ് എംപ്ലോയി എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്. അപ്പൊ അങ്ങനെയുള്ള അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയിനെ മാറ്റി എവിടെയെങ്കിലും സ്വകാര്യമായിട്ട് ഒരു സ്ഥലത്ത്, ചിലപ്പോ എന്താ പറയാ, ഇപ്പൊ നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷൻ ലോട്ട് ഓഫ് എംപ്ലോയീസ്, ഒരുപാട് ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ മേക്കിംഗ് ഫൺ ഓഫ് ഹിം ഓർ ഷീ അല്ലെ, ആ ആളെ എന്താ പറയാ പരിഹസിക്കുന്ന രീതിയിൽ എല്ലാവരുടെയും മുമ്പിലൊക്കെ കൊണ്ടു നിർത്തിയിട്ട് ആ ശിക്ഷാ നടപടികൾ കൊടുക്കാതെ എന്ത് ചെയ്യാ, മാറ്റി എവിടെയെങ്കിലും സ്വകാര്യമായിട്ട് എന്നതാണ്. സോ ഹി വിൽ ഹാവ് എ ചാൻസ് ടു റെക്ടിഫൈ ഹിസ് മിസ്റ്റേക്ക്. തന്റെ തെറ്റാണെന്ന് മനസ്സിലാക്കാനും ആ തെറ്റിനെ വീണ്ടും ആവർത്തിക്കാതിരിക്കാനും ഒക്കെ ആള് ശ്രമിക്കും. അതല്ല ഇങ്ങനെ എല്ലാവരുടെയും പൊതുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അത്ര ആ ബിസിനസ് ഓർഗനൈസേഷൻ എത്ര ജോലിക്കാരുണ്ട് എല്ലാവരും കൂടി വിളിച്ചു കൂട്ടിയിട്ട് അവരെ മുമ്പിലിട്ട് അവർക്കെതിരെ പണിഷ്മെന്റുകൾ കൊടുക്കുന്നത് അത്ര നല്ല കാര്യമാണ്. അപ്പൊ അവർക്ക് വൈരാഗ്യമൊക്കെ കൂടും അല്ലെ. അപ്പൊ ചിലപ്പോ കാരണം എത്ര ആളുകളുടെ മുമ്പിലൊക്കെ നമ്മളെ നിർത്തിയിട്ട് നമ്മളെ വധിക്കുക അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോപിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകും ആ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്. വളരെ സ്വകാര്യതയോടെ തന്നെ അത് ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഫണ്ണാക്കി ചിത്രീകരിച്ച് മറ്റു കൊളീഗ്സ് അവരുടെ ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ, സഹപ്രവർത്തകരുടെ മുമ്പിലൊക്കെ ഒരാളെ ഒരു കോമാളി വേഷം കെട്ടിക്കാതിരിക്കുക. കിട്ടിയോ? മനസ്സിലായോ അഞ്ചാമത്തെ പോയിന്റ്? മനസ്സിലായോ? യെസ്. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ഇവിടെ പറയാം. Though discipline is an important aspect of the organization, rather than punishing an undisciplined employee or making fun of him in front of colleagues, it is much better to rectify his erroneous behavior by taking appropriate steps. കേട്ടോ, വേണ്ട നടപടികൾ സ്വീകരിച്ച് നടപടികളൊക്കെ എന്താന്ന് വെച്ചാൽ അത് പ്രൈവറ്റ് ആയിട്ട് അത് ആളുടെ തെറ്റ് തിരുത്താനും അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്കിനെ ഇല്ലാതാക്കാനും വേണ്ട തക്കതായ കാര്യങ്ങൾ എല്ലാവരും മുമ്പിൽ അല്ലാതെ പറ്റിക്കായിട്ട് കൊടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം സെന്റൻസ്. ഒറ്റ സെന്റൻസേ ഉള്ളൂ, പക്ഷെ ഒരു നീണ്ട സെന്റൻസ് ആണെന്ന് മാത്രം. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. യെസ്. അടുത്ത പോയിന്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്താ പറയാ, ഈ പ്രൊസീജിയേഴ്സ്, ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി അപ്ഡേറ്റഡ് ഓർ റിവ്യൂഡ്. നമ്മുടെ ഡിസിപ്ലിൻ പോളിസി ഒക്കെ കൃത്യമായിട്ട് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. യാതൊരു സംശയങ്ങളൊന്നും വരാത്ത രീതിയിൽ. ഇപ്പൊ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിക്കുമ്പോൾ ചില ആളുകൾ മനസ്സിലാവും ഇതെങ്ങനെയാ, അതിന് സംശയമൊക്കെ പോലെ തോന്നും. അങ്ങനെ സംശയങ്ങളൊന്നും വരാത്ത രീതിയിൽ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, കൃത്യത ഉണ്ടായിരിക്കണം അതിന്. ഞാൻ എന്ത് രീതിയാണോ ആ ഡിസിപ്ലിനറി ആക്ഷൻ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് അത് തന്നെയാണ് മറ്റൊരാൾക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പൊ അവിടെ ഒരു വ്യക്തത കുറവില്ല, കൺഫ്യൂഷൻസ് ഇല്ല, ഒരു ഡൗട്ട് ഇല്ല അവിടെ ഒന്നിനും. അതുപോലെ തന്നെ ഇത്തരം ഡിസിപ്ലിനറി ആക്ഷൻസ് നമ്മൾ പ്രൊസീജിയേഴ്സ് ഫ്രെയിം ചെയ്യുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലായിട്ട് ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ആ ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. പ്രൊസീജിയേഴ്സ് ഇതെല്ലാം നമുക്ക് ഇനിയും അടുത്ത കൊല്ലം ഫോളോ ചെയ്താൽ മതിയോ, അതൊന്ന് പീരിയോഡിക്കലി റിവ്യൂ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല കെയർഫുള്ളി അത് എഴുതണം, വൃത്തിയായിട്ട് എഴുതണം, വൃത്തിയായി മനസ്സിലാക്കുന്ന രീതിയിൽ മറ്റുള്ള എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ അത് എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ക്ലിയർ ആയിട്ട് എല്ലാ ഇൻഡിവിജ്വൽസിനും അത്
പ്രൊവൈഡ് ചെയ്തിരിക്കണം, കാണിച്ചു കൊടുത്തിരിക്കണം. എനിക്ക് എവിടെയെങ്കിലും എന്താ പറയാ വല്ല നോട്ടീസ് ബോർഡിൽ അവിടെയൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന്, അല്ല വേറെ ഏതെങ്കിലും ബുക്കിലോ മറ്റു കാര്യങ്ങളോ എഴുതി വെച്ചിരിക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് അവർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ. അതിനെല്ലാം വ്യക്തത ഉണ്ടായിരിക്കണം. ഏത് രീതിയിലാണോ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടെന്ന് വ്യക്തമായി കൊടുക്കുക. അത് മാത്രമല്ല, ഇഫ് ദർ ഈസ് എനി ചേഞ്ചസ്, ഡിസിപ്ലിനറി ആക്ഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ടെങ്കിൽ, ആ പോളിസീസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താറുണ്ടെങ്കിൽ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റം വരുത്താറുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫ്രം ടൈം ടു ടൈം. മനസ്സിലായി? ഇപ്പൊ വർഷത്തിലാണെങ്കിലും ഡിസിപ്ലിനറി പോളിസീസ് കാലാകാലങ്ങളായിട്ട് ഒരു 10-20 വർഷം മുമ്പുള്ളത് ഇപ്പോഴും അതേ ഡിസിപ്ലിൻ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഉണ്ടാക്കി വെച്ചിരുന്നാൽ പറ്റില്ല. കാരണം നമുക്കറിയാം ഇക്കോണമിയിൽ പല കാര്യങ്ങളും ചേഞ്ച് ചെയ്തു, അല്ലെ? നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പല കാര്യങ്ങളും ചേഞ്ച് ചെയ്തു. ആ ചേഞ്ച് ചെയ്തിരിക്കുന്ന മനുഷ്യന്മാരുടെ രീതികളിൽ കുറെയൊക്കെ മാറ്റങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ പണ്ടത്തെ പുരാതന കാലത്തെ കുറെ നീതി നിയമമൊക്കെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല, അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. വർഷാവർഷം അത് റിവ്യൂ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആയോ? പ്രൊസീജിയേഴ്സ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂഡ്. മനസ്സിലായോ? നോക്കുക. മനസ്സിലായോ? യെസ്. അവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. അടുത്ത ലാസ്റ്റ് പോയിന്റ്, കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഷുഡ് ബി ഫോളോഡ്. കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് എന്ന് വെച്ചാൽ ഡിസിപ്ലിനറി ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കൺസ്ട്രക്റ്റീവ് ആകുന്നില്ല. അത് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്ത് ആക്ഷൻ ആണ് ഇന്ന ആൾക്കെതിരെ എടുക്കേണ്ടത് എന്നുള്ളത് ആദ്യമേ തന്നെ മനസ്സിലാക്കി അങ്ങനെയായിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അന്നേരം തോന്നുന്ന കാര്യം അങ്ങോട്ട് ആളിലേക്ക് പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. കൺസ്ട്രക്റ്റീവ് ലെവലിലാണ് അത് പ്രത്യേകമായ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇന്നൊരു നടപടിയാണ്. അത് ചിലപ്പോ കുറെ ആളുകളിൽ നിന്നൊക്കെ ചിലപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടുത്തെ മാനേജിംഗ് ഡയറക്ടറും അവിടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അതോറിറ്റീസ് ഏറ്റവും ഹൈ ലെവലിൽ ഇരിക്കുന്ന എന്താ പറയാ അധികാരികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് വാട്ട് പണിഷ്മെന്റ് ഷുഡ് ബി ഗിവൺ എന്നുള്ളതൊക്കെ ചിന്തിച്ച് അതിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. ദെൻ ഓൺലി ഹാവ് ടു ബി ഗിവൺ. അത്തരം പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ എപ്പോഴും അവര് എന്താ പറയാ ഇതുപോലെയുള്ള വയലേഷൻസ് എംപ്ലോയീസ് ചെയ്യാതിരിക്കാനുള്ള നടപടികളാണ് എപ്പോഴും സ്വീകരിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പൊ ചില പണിഷ്മെന്റ് കൊടുക്കുമ്പോ ഇതല്ലേ കുഴപ്പമില്ല, അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് അത് ചെയ്യാനുള്ള അത്തരം മിസ്റ്റേക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഇത് വരും. പക്ഷെ ചില പണിഷ്മെന്റുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അലേർട്ടാണ്, ഇനി നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമെന്ന്. അപ്പൊ അങ്ങനെ ഈ വയലേഷൻസ് നടത്താതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് വയലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെ നമുക്ക് പണിഷ് ചെയ്യാം, അവരിൽ പെനാൽറ്റീസ് ചുമത്താം എന്നുള്ള ചിന്തയല്ല മാനേജ്മെന്റ് എടുക്കേണ്ടത്, അല്ലെ? ഹൗ ടു അവോയ്ഡ് വയലേഷൻസ്, എങ്ങനെ നമുക്ക് ഇത്തരം വയലേഷൻസ് ലംഘനങ്ങൾ ഇല്ലാതാക്കാം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. അല്ലാണ്ട് അവര് കുഴപ്പമില്ല, അവര് ലംഘിച്ചോട്ടെ, നിയമങ്ങൾ തെറ്റിച്ചോട്ടെ, കുഴപ്പമില്ല, നമ്മൾ ഇവിടുന്ന് പണിഷ്മെന്റ് കൊടുക്കും, അങ്ങനെ, അല്ലെ? രോഗം വന്നോട്ടെ, നമ്മൾ മരുന്ന് കഴിച്ചോളാം, രോഗം മാറിക്കോളുമല്ലോ, അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുക? അല്ലല്ലോ. ഒരു പ്രോവർബ് ഉണ്ടല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലെ? രോഗം വന്നിട്ട് ഭേദമാക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്, അല്ലെ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അങ്ങനത്തെ ഒരു ചെറിയ കാര്യം തന്നെയാണ് ഇത്. എങ്ങനെ? അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നതിലല്ല, അത് വയലേറ്റ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഡിസിപ്ലിനറി ആക്ഷൻസിൽ കൊണ്ടുവരുന്നത്, റാദർ ദാൻ ഇൻഫോഴ്സിംഗ് പെനാൽറ്റീസ്. അവർ ചെയ്തോട്ടെ, കുഴപ്പമില്ല, അവരുടെ പേരിൽ ഇന്ന എന്താ പറയാ ശിക്ഷ നടപ്പിലാക്കാം, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള എന്താ പറയാ പെനാൽറ്റീസ്, പിഴ ഈടാക്കാം എന്നൊക്കെ പറയുന്നതിനേക്കാൾ. മനസ്സിലായോ ആ പോയിന്റ്? ഒരു കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ആണ് നമ്മുടെ ഡിസിപ്ലിനറി ആക്ഷൻസിൽ ഫോളോ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ചില സെന്റൻസുകൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഗൈഡ് ലൈൻസ് ഫോർ ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്നുള്ള പോയിന്റിൽ അത് വെച്ചിട്ട് ചോദ്യം തന്നിട്ടുണ്ട്. വിച്ച് ആർ ദ ഫോളോയിങ് ഗൈഡ് ലൈൻസ് വിച്ച് ഷുഡ് ബി ഫോളോഡ് ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഡിസിപ്ലിനറി പ്രൊസീജിയറിൽ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് ഏതൊക്കെയാണ് താഴെ പറയുന്നതിൽ എന്ന് പറഞ്ഞിട്ട് ആ പോയിന്റ് ആ ബുള്ളറ്റിട്ട് നമ്പർ ഇട്ട് എഴുതിയിരിക്കുന്ന ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ആ പോയിന്റുകൾ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. Prompt action should be taken. Proper documentation of misconduct. Supervisors should be well trained. Disciplinary action should be fair and impartial. Disciplinary action should be taken in private,
procedure should be well defined and periodically reviewed and constructive approach should be followed. ഇതൊക്കെയാണ് ഈ പറയുന്ന ഗൈഡ് ലൈൻസ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ എല്ലാവർക്കും? മനസ്സിലായല്ലോ? യെസ്. സോ അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. ഇനി എന്തിനാണ് ഡിസിപ്ലിൻ? ഡിസിപ്ലിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? എന്താണ് ഒരു ഓർഗനൈസേഷൻ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എന്താണ് ഡിസിപ്ലിൻ? ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. ഡിസിപ്ലിന് അതിൻ്റെതായ ഒരു നല്ലൊരു പങ്ക് ബിസിനസ് ഓർഗനൈസേഷൻ വഹിക്കാനുണ്ട്. എന്നാലാണ് ബിസിനസ് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. ഫസ്റ്റ് വൺ, ഇംപ്രൂവ്സ് എംപ്ലോയി ബിഹേവിയർ. അതായത് ഡിസിപ്ലിൻഡ് ആകാനായിട്ട് ഇപ്പൊ കുറെ ഡിസിപ്ലിനറി പോളിസീസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാലോ, നമ്മള് ഇപ്പൊ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് മറ്റൊരു കുറച്ച് കാലം ബാക്കിലേക്ക് പോകാം അല്ലെ. നമ്മൾ ഒരു എന്താ പറയാ, ഒരു പ്രായം എത്തിക്കഴിയുമ്പോ 5-6 വയസ്സൊക്കെ കഴിയുമ്പോ, ഇപ്പൊ 5-6 ഒന്നല്ല, 2-3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും സ്കൂളിലേക്ക് കിൻഡർ ഗാർഡൻ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാക്കും. അതല്ല പണ്ടൊക്കെ ആണെങ്കിൽ 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സൊക്കെ ആകുമ്പോൾ ഡയറക്ട്ലി ചിലപ്പോൾ ഒരു നഴ്സറി ക്ലാസ്സിൽ ഒരു കൊല്ലമൊക്കെ എത്തും. നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് അങ്ങനെ പോകും അല്ലെ. അപ്പൊ നമ്മള് സ്കൂളുകളില് എന്താ പറയാ, ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തുടങ്ങി വി ആർ ലേണിംഗ് സം ഡിസിപ്ലിൻ അല്ലെ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഈ അച്ചടക്കവും മറ്റുമൊക്കെ പാലിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. എന്തൊക്കെയാ അവിടെ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നു, അത് അങ്ങനെ പോകെ പോകെ വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഡിസിപ്ലിന്റെ ആ ഒരു ഇത് കൂടി കൂടി വരും അല്ലെ. ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. ഒരു 10th പഠിക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് ക്ലാസ്സിൽ ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതൊക്കെ സ്കൂൾ തലത്തിലാണ്. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇതിനകത്ത് ഉണ്ട്, നമ്മളുടെ എല്ലാവരിലും ഉണ്ട്. ബിക്കോസ് ഫ്രം ദ ഏർലി ഏജ്, നമ്മുടെ ചൈൽഡ്ഹുഡ് ഏജ് തുടങ്ങി നമ്മളിത് കൃത്യമായിട്ടത് എന്താ പറയാ ഫോളോ ചെയ്ത് വരുന്നവരാണ് പല ഡിസിപ്ലിൻസും. ലൈക്ക്വൈസ് അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലും വൈൽ ആൻ എംപ്ലോയീസ് എൻറ്ററിംഗ് ടു ഡു എ ജോബ്, ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയീസ് ജോലിക്കായിട്ട് വരുമ്പോൾ they have to follow some rules and regulations which are formulated by the management of the organization. ബിസിനസ് ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാൻ എല്ലാ ബിസിനസ് എംപ്ലോയീസും എന്താ പറയാ നിർബന്ധിതരാണ്. എല്ലാവരും അത് പാലിക്കണം. അവിടുത്തെ ഡിസിപ്ലിൻ പോളിസീസും പാലിക്കണം. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ എങ്ങനെയായിരുന്നു നമ്മുടെ വീടുകളിൽ നമുക്ക് ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ്. പക്ഷെ ജോലിക്ക് കയറി കഴിയുമ്പോൾ ആളില് കുറെ മാറ്റമൊക്കെ വന്നിട്ടോ, ആൾക്കൊരു ജോലിയൊക്കെ കിട്ടി കൊണ്ടോ, ആള് കുറച്ച് എന്താ പറയാ, ഇപ്പൊ നമ്മള് ചില പിള്ളേരൊക്കെ പറയും, ചെറുപ്പക്കാര് പിള്ളേരൊക്കെ ഇപ്പൊ പഠിച്ചു ഒത്തിരിയൊക്കെ പഠനമൊക്കെ കഴിഞ്ഞു, പക്ഷെ വേറെ ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് അവിടെയൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നിങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. എപ്പോഴെപ്പോഴും വീട്ടിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നിങ്ങളൊക്കെ പുറത്തിറങ്ങിയൊക്കെ നടക്കും. ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ അപ്പുറത്ത് വരുന്നതൊക്കെ ചില റൂമേഴ്സ് പറയും അല്ലെ, ജോലിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുകയാണ് അല്ലെ, വെറുതെ ഇങ്ങനെ നടക്കുക, ഒരു ജോലിക്കും പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ നോക്കിയൊക്കെ അവിടെ ഇവിടേക്ക് വീട്ടിലിരിക്കുന്ന ആളുകൾ പറയും. അത് ഒരു പ്രത്യേകതയാണ്. എല്ലാ നാട്ടിലും അങ്ങനെയൊക്കെ നടത്തും ഇല്ലേ? നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ പറയാറുണ്ടോ? പലപ്പോഴൊക്കെ നമ്മളുടെ ശ്രദ്ധയിലോ ചെവിയിലോ കേട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ കുട്ടികളെ കുറിച്ചൊക്കെ പറയുന്നത്. ജോലി കിട്ടാനായിട്ടാണ് ഇങ്ങനെ നടക്കുക അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നടക്കുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് പറയും. പക്ഷെ ഗെറ്റ് എ ജോബ്, പക്ഷെ അതിനൊക്കെ ശേഷം പിന്നീട് അവർക്ക് ട്രൈ ചെയ്ത് ഒരു ജോലിക്കൊക്കെ ജോലി കയറി കഴിയുമ്പോൾ പിന്നെ വേറെ ഹോട്ടലൊന്നും കാണില്ല. കാരണം ജോലിക്ക് ഒരു പ്രത്യേക ടൈം ഉണ്ട്. എന്റെ സമയത്ത് ഞാൻ ജോലിക്ക് വരാമെന്നല്ലല്ലോ പറയാൻ പറ്റുക. നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന്റെ സമയം ടൈമിങ്ങിനനുസരിച്ച് വി ഹാവ് ടു ഗോ ദെയർ. നമ്മൾ ജോലിക്ക് പോകണം. ചിലപ്പോൾ 9 to ഈവനിങ് 5 o'clock ആയിരിക്കാം. പിന്നെ അധികം ഒന്നും ആളെ ചിലപ്പോൾ കാണില്ല. ചിലപ്പോ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും പുറത്തൊക്കെ കാണാം. ജോലി കിട്ടിയപ്പോ ആള് എന്താ പറയാ മിടുക്കനായി അല്ലെങ്കിൽ മിടുക്കിയായി, അവര് വളരെ ഡിസിപ്ലിൻഡ് ആയി. ഓക്കെ, നമ്മളുടെ ബിഹേവിയറൽ പാറ്റേണില് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഓർഗനൈസേഷന്റെ ഡിസിപ്ലിൻ പോളിസി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് എംപ്ലോയിയുടെ ബിഹേവിയർ, പെരുമാറ്റത്തെ ഇംപ്രൂവ്ഡ് ആക്കാനായിട്ട് ഓർഗനൈസേഷന്റെ ഡിസിപ്ലിൻ പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവരെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യാനുള്ള ഒരു പ്രവണത, എന്തെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകുമ്പോൾ വി വിൽ ബി അവെയർ ഓഫ് ദ പണിഷ്മെന്റ് അല്ലെങ്കിൽ പെനാൽറ്റി വിച്ച് വിൽ ബി ഇമ്പോസ്ഡ് ഓൺ അസ്. ആ നമുക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അല്ലെങ്കിൽ പിഴയാണെങ്കിൽ പെനാൽറ്റി ആണെങ്കിൽ അത് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു ഓർമ്മ വരും. നമ്മൾ അത്തരം തെറ്റുകളിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി ഒതുങ്ങി എവിടെയെങ്കിലൊക്കെ പോകും അല്ലെ. അപ്പൊ നമുക്ക് നമ്മളെ സ്വയം നമ്മൾ തന്നെ തിരുത്തുന്ന ഒരു കാര്യം കൂടി നമ്മളെ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ പോളിസി ഫോളോ ചെയ്യുമ്പോൾ ഉണ്ട്
ആൻഡ് ഓൾസോ അത്തരം പോളിസീസ് ഒക്കെ നമുക്ക് എന്താ പറയാ ചിലതൊക്കെ നമ്മൾ പാലിക്കുന്നത് അക്കോർഡിംഗ് ടു ദ കോഡ് ഓഫ് കോണ്ടാക്ട്. അത് നമ്മുടെ ഓർഗനൈസേഷനിലെ കോഡ് ഓഫ് കോണ്ടാക്ട് ആണ്. ഇന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബിസിനസ് ഓർഗനൈസേഷന്റെ ഡിസിപ്ലിൻ പോളിസി ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇംപ്രൂവ്സ് എംപ്ലോയീസ് ബിഹേവിയർ. ഒന്നാമത്തെ പ്രാധാന്യം അതാണ്. ഡിസിപ്ലിൻ എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഒന്നാമത്തെ പ്രാധാന്യമാണ് എംപ്ലോയീസിന്റെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അതിൽ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഹെൽപ്പ് ഇൻ ചെക്കിംഗ് ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് കറക്റ്റിംഗ് ഫ്രം ടൈം ടു ടൈം. മനസ്സിലായോ? നമ്മുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാനും അതിലേക്ക് തിരുത്താനും ഇടയ്ക്കിടയ്ക്കൊക്കെ തിരുത്തലുകൾ കൊണ്ടുവരാനും ബിസിനസ് ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിസിപ്ലിൻ പോളിസീസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്. ഇനി എംപ്ലോയീസിന് ഒരു സെക്യൂരിറ്റി ആണ്. ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി വിൽ പ്രൊട്ടക്ട് ദ പെർഫോമൻസ്. അതായത് ഇപ്പൊ എന്താ പറയാ നല്ല രീതിയിൽ എന്താ പറയാ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ചിലവർക്ക് കുഴപ്പന്മാരൊക്കെ ഉണ്ടാവും. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഒരു 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അതിൽ എല്ലാവരും 100% പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരായിരിക്കില്ല. ചില രീതിയിൽ കൂടി അപ്പുറത്തും കൂടി ഇപ്പുറത്തെ കൂടെ ഒക്കെ നമുക്കറിയാം. അത് എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മൾ വീട്ടിൽ നോക്കിയാലും എല്ലാവരും പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടുള്ളവരായിരിക്കില്ല. അല്ലെങ്കിൽ എല്ലാവരും കൊണ്ടും ഒരു നല്ല ആള് എന്ന് നമുക്ക് പറയാൻ ആ വീട്ടിൽ എല്ലാവരെയും പറ്റില്ല, അല്ലെ? ഒരാള് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. അപ്പൊ നമുക്കറിയാം അതുപോലെ തന്നെയാണ് വ്യത്യസ്ത വീടുകളിൽ നിന്ന് വരുന്ന ഒരുപാട് മറ്റു പല പല രീതിയിലുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എംപ്ലോയീസ് എല്ലാം കൂടി ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ബിസിനസ് ഓർഗനൈസേഷൻ. സോ അവിടെ നല്ല ഹൈ പെർഫോമേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് സ്വയം ഒരു പ്രൊട്ടക്ഷൻ ആണ്, അല്ലെ? അതായത് they will not get influenced by the undisciplined employees. അവരെ ഇല്ലല്ലോ, നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നവര്, ഡിസിപ്ലിൻഡ് ആയവര്, അവർക്ക് ഒരു സെക്യൂരിറ്റി ആണ്, ഒരു സുരക്ഷിതത്വമാണ്. അവര് ഏതെങ്കിലും രീതിയിൽ ഇത്തരം ആൾക്കാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയാൽ, അതായത് അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാര് നമ്മുടെ കൂടെ ചേരുന്നൊക്കെ പറഞ്ഞ് നമ്മളെ വേണമെങ്കിൽ സ്വാധീനിക്കാനൊക്കെ നോക്കും പല രീതിയിലും. പക്ഷെ അങ്ങനെയുള്ളവര്, ഈ ഹൈ പെർഫോമേഴ്സ് ആയിട്ടുള്ളവര്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവര് അതിനൊന്നും പോകില്ല. അവരുടെ എന്താ പറയാ അവരുടെ നേച്ചറിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് they will not fall in such situations. അത്തരം സാഹചര്യങ്ങളിലേക്ക് പോയി ഒന്നും വീണ് കൊടുക്കില്ല ഇങ്ങനെയുള്ളവര്. മനസ്സിലായോ? അതൊരു പ്രൊട്ടക്ഷൻ ആണ് ബാഡ് ബിഹേവിയർ ആയിട്ടുള്ള എംപ്ലോയീസിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ചില മോശം ആളുകളായിട്ടുള്ള മോശം പെർഫോമേഴ്സ് ആയിട്ടുള്ള വർക്കേഴ്സും ഉണ്ടായിരിക്കും. അതിലൊക്കെ ചെന്നുപെടാതെ എന്താ പറയാ മാറി നിൽക്കാനും അതിൽ നിന്ന് എപ്പോഴും മാറി ഒരു സുരക്ഷിതത്വത്തോടെ മാറി നിൽക്കാനൊക്കെ എന്താ പറയാ സാധിക്കുന്നവരാണ് നല്ല ഹൈ പെർഫോമേഴ്സ്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ്. മനസ്സിലായോ? അപ്പൊ എല്ലാ അതനുസരിച്ചിട്ട് എല്ലാവരുടെയും നേച്ചറിൽ വ്യത്യാസമുണ്ട്. നല്ല സ്വഭാവമൊക്കെ ഉള്ളവര് തീർച്ചയായിട്ടും അവർ അതിൽ നിന്ന് മാറിയിരിക്കും. എത്ര സ്വാധീനിക്കാൻ നോക്കിയാലും അതിനകത്ത് ചെന്ന് വീണ് കൊടുക്കില്ല. വീഴോ? നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ തന്നെ ചിന്തിക്കണം ഞാൻ അതിലേക്ക് വീഴണം എന്ന്. പക്ഷെ അങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കാത്തിടത്തോളം കാലം നമ്മളുടെ ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ്. ഞാൻ അങ്ങനത്തെ ഇതിലൊന്നും വീടില്ല. ഐ വിൽ ബി ഓൾവേസ് പെർഫെക്റ്റ്. അതായത് എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആകാൻ ഞാൻ എന്റെ ഓർഗനൈസേഷനിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ പ്രവർത്തിക്കില്ല, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഞാൻ തെറ്റിക്കില്ല എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ ഒരിക്കലും ആർക്കും സ്വാധീനിക്കാനും പറ്റില്ല. പക്ഷെ ചില ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ വേണോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാര്. അങ്ങനെയുള്ളവരൊക്കെ പറ്റും. അതായത് ഇവര് ആവറേജിലുള്ളവരൊക്കെ പെട്ടെന്ന് അവര് ചിലപ്പോ എന്താ പറയാ ഇതുപോലുള്ള അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ബാഡ് ബിഹേവിയേഴ്സ് ഉള്ള ആളുകളിലേക്ക് വീഴാൻ സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ നല്ല ഹൈ പെർഫോമൻസ് 100% ഇതിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ പെട്ടെന്ന് വീഴില്ല. മനസ്സിലായോ? അടുത്ത പോയിന്റ്, പ്രൊവൈഡ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്. മനസ്സിലായോ? ആ ഒരു പാരഗ്രാഫ് മനസ്സിലായോ? വായിച്ചു നോക്കാവുന്ന, എന്നിട്ട് മനസ്സിലായോ നോക്കിയേ. മനസ്സിലായോ? മനസ്സിലായില്ല? യെസ്. ഓക്കെ. ഒരു തമ്പ അല്ലെങ്കിൽ എസ് ഒക്കെ കാണാൻ വേണ്ടി നോക്കിയിരുന്നേ.
അല്ലെ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എ പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി ക്യാൻ പ്രൊട്ടക്ട് ദ ഹൈ പെർഫോമൻസ് ഓഫ് ദ കമ്പനി ഫ്രം ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സച്ച് അൺഡിസിപ്ലിൻഡ് എംപ്ലോയീസ്. അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാൽ സ്വാധീനിക്കപ്പെടാതെ നല്ല ഹൈ പെർഫോമേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് അവരവരുടെ ഡിസിപ്ലിൻ കാത്ത് സൂക്ഷിച്ച് അതിൽ എപ്പോഴും എന്തായിരിക്കും, സുരക്ഷിതരായിരിക്കും. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ ഈ ഡിസിപ്ലിൻ പോളിസി ഒക്കെ കൃത്യമായിട്ട് എംപ്ലോയീസിന് മനസ്സിലാക്കി കൊടുക്കണം. ആൻഡ് ഓൾസോ ഇറ്റ്സ് കോൺസിക്വൻസസ്. ഇനി ഏതെങ്കിലും തരത്തിൽ മിസ്കോണ്ടക്ട് ഒക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന്റെ അനന്തര ഫലം എന്തായിരിക്കും എന്നൊക്കെ കൃത്യമായിട്ട് എംപ്ലോയീസിന് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരെ അങ്ങനെ നല്ല ബിഹേവിയർ ആയിട്ടുള്ള എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇത്തരം അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ ചെന്ന് വീഴാതിരിക്കാനായിട്ട് അവരെ സഹായിക്കും കേട്ടോ. ഡിസിപ്ലിൻ പോളിസി ക്ലിയർലി മെൻഷൻ ചെയ്യണം അതിന്റെ കോൺസിക്വൻസസ് when they do any misconduct. എംപ്ലോയീസ് ഏതെങ്കിലും രീതിയിൽ എംപ്ലോയീസ് എന്താണ് മിസ്കോണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അനന്തരഫലം ഇതൊക്കെ ആയിരിക്കും എന്നൊക്കെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മറ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ അതൊരു സെക്യൂരിറ്റി, അതൊരു നല്ല സുരക്ഷിതത്വം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യണം. സെക്കൻഡ് പാരഗ്രാഫിലെ ആദ്യത്തെ സെന്റൻസ്, ഡിസിപ്ലിൻ പോളിസി ഷുഡ് മെൻഷൻ ദ clearly mention the consequences of the misconduct done by certain employees. Right, underline ചെയ്തോ? യെസ്. അടുത്തത് ഇംപ്രൂവ്സ് പെർഫോമൻസ്. ഇനി എന്താ, നമ്മളുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ വർദ്ധിപ്പിക്കും. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവരവരുടെ കൃത്യമായ ജോലികൾ കൃത്യമായ സമയത്ത് തന്നെ ഇഫക്റ്റീവായിട്ട് ചെയ്തു തീർക്കും. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോടെ ഉള്ള എംപ്ലോയീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അച്ചടക്കത്തിൽ ഇരുന്ന് ആ ഓർഗനൈസേഷനിൽ വരുന്നു, ജോലിക്ക് വരുന്നു, കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ അവരുടെ അന്ന് മുതൽ കാലത്ത് വരുമ്പോൾ മുതൽ ചെയ്തു തീർക്കേണ്ട ജോലികൾ കൃത്യമായി തന്നെ ചെയ്തു തീർക്കുന്നു. വളരെ ഇഫക്റ്റീവ് ആയിട്ട് എന്നിലും ഒരു പോരായ്മ വരാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത, ആ ഒരു തിങ്കിങ്ങിലൂടെ അവർ ജോലി ചെയ്യുന്നു. അതാണ്. അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷനിൽ അവിടുത്തെ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ അതിനൊരു അജണ്ട ഒക്കെ ഉണ്ടാവുമല്ലോ. they can deal with several problems. അതായത് എംപ്ലോയീസ് എന്തെങ്കിലും തരത്തില് ഇപ്പൊ ഏതെങ്കിലും എംപ്ലോയീസ് ഏതെങ്കിലും രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിലേ അതിനൊക്കെ നല്ല രീതിയിൽ അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ അജണ്ട ഹെൽപ്പ് ചെയ്യും. എന്നുവെച്ചാൽ ഡിസിപ്ലിൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്നവരെ, അത് തെറ്റിക്കുന്നവരെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് അതും നമുക്ക് എന്താ പറയാ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഈ ഓർഗനൈസേഷൻ ഹാവ് പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി, നല്ല ഡിസിപ്ലിൻ പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഡിസിപ്ലിന് പ്രാധാന്യം ഒന്നും കൊടുക്കാതെ അവരുടെ രീതിയിൽ വന്ന് ചെയ്തു പോട്ടെ എന്നുള്ള ചിന്തയുമായിട്ട് നിന്നാലേ കുറെ കഴിയുമ്പോൾ നമ്മള് എന്താ പറയാ നമ്മുടെ തലയിൽ കയറ്റി വെച്ചാൽ ചെവി കടിക്കുന്നു പറഞ്ഞ പോലെ ആയിപ്പോ. അതുകൊണ്ട് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഒരു കൃത്യമായ പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി ഉണ്ടാകും. ഇറ്റ് വിൽ മേക്ക് ദ എംപ്ലോയീസ് മോർ ഇഫക്റ്റീവ്ലി വർക്ക്, അല്ലെ, കൂടുതൽ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ എംപ്ലോയീസിനെ അത് പ്രേരിപ്പിക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് എന്താ പറയാ, ഇഫ് ദ എംപ്ലോയീസ് ആർ മേക്കിംഗ് സം ഡിസൊബീഡിയൻസ്, അതായത് പറയുന്ന കാര്യങ്ങൾ ഒബീഡിയന്റ് ആയിട്ട് ചെയ്യാതെ അനുസരിക്കാതെ ഒക്കെ വന്നു കഴിഞ്ഞാല് മാത്രമല്ല ചില എന്താ പറയാ അവര് ഓർഗനൈസേഷൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം പെർഫോമൻസ് ഒക്കെ ഉള്ള എംപ്ലോയീസ്, പിന്നെ കോൺസെൻട്രേഷൻ ഇല്ലാത്ത എംപ്ലോയീസ്, ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നില്ല, പല സമയത്തും തെറ്റിപ്പോകുന്നു, ചെയ്യുന്ന പ്രവൃത്തിയിൽ പല തെറ്റുകള് നമ്മൾ ഇപ്പൊ ഒരു വർക്ക് ഏൽപ്പിച്ചു, അത് അതിന്റെ റിസൾട്ട് കൊണ്ടുവരുമ്പോൾ നോക്കുമ്പോൾ എന്താണ് അപ്പോൾ തെറ്റാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ തെറ്റുകൾ കാണുന്നു കേട്ടോ. അതൊക്കെ കോൺസെൻട്രേഷൻ കുറവാണ്. പിന്നെ ഡെഡിക്കേഷൻ ഇല്ലാതെ ജോലി ചെയ്യുന്നു, ടൈമും അവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ ഡ്യൂട്ടീസിന്റെ ടൈമും അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ വെറുതെ ആവശ്യമില്ലാതെ വേസ്റ്റ് ആക്കി കളയുന്നു. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി ഉണ്ടെങ്കിൽ സാധിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ. ക്ലിയർ ആയോ? മനസ്സിലായോ? എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രോബ്ലംസിനെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അപ്പോ ഒരു നല്ല പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി വേണം. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണ. എ പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി മേക്സ് എംപ്ലോയീസ് ഇഫക്റ്റീവ്ലി വർക്ക്, അല്ലെങ്കിൽ വർക്ക് ഇഫക്റ്റീവ്ലി.
ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ചെയ്തോ? ഇനി മറ്റൊരു പ്രാധാന്യം എന്താണ്? ഡിസിപ്ലിൻ പോളിസിയുടെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് ഇൻക്രീസസ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ്. തീർച്ചയായിട്ടും ഒരുപാട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസും നല്ല ഡിസിപ്ലിൻഡ് ആണെങ്കിൽ അവരുടെ നമുക്കറിയാം ഒബ്വിയസ്ലി അവരുടെ പെർഫോമൻസ് ലെവൽ നന്നായിട്ട് വർദ്ധിക്കും. കാരണം ആരും അൺഡിസിപ്ലിൻഡ് അല്ല, കൃത്യമായിട്ട് അവരവരുടെ സീറ്റിൽ ഇരുന്ന് അവർ ജോലി ചെയ്യുന്നു. ഒരു ജോലി സ്ഥലത്ത് ഇപ്പൊ നമ്മൾ സീറ്റിലിരിക്കുന്ന ഓഫീസ് വർക്ക് വേണ്ടാന്ന് വിചാരിക്കാം, ഒരു ഏതെങ്കിലും ഓർഗനൈസേഷന്റെ വല്ല ഫാക്ടറിയിലൊക്കെ എന്തെങ്കിലും ഒരു ജോലിയാണ്. എല്ലാവരും വന്നപ്പോഴേ മുതല് അവരവരുടെ മെഷീൻസുമായിട്ട് അവര് അത് ജോലി ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു വളരെ കാര്യക്ഷമമായിട്ട്. യാതൊരു രീതിയിലും ഇവിടെ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അപ്പുറത്ത് വേറെ വിശേഷം നൽകാനൊന്നും പോകാതെ എന്ത് ചെയ്യുന്നു, അവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ എന്ത് പറ്റും? നിങ്ങൾ പറഞ്ഞേ, അപ്പൊ എന്ത് പറ്റും? അങ്ങനെ ജോലി ചെയ്താൽ, എല്ലാ എംപ്ലോയീസും അങ്ങനെ ജോലി ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? അത് പറയാമോ? പറയും, ടൈപ്പ് ചെയ്ത് വേഗം എന്താ ഉണ്ടാകാന്ന് പറ. അവിടെ നല്ല റിസൾട്ട് കൊണ്ടുവരും അല്ലെ, ബെറ്റർ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലികളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് എല്ലാ എംപ്ലോയീസും അവരുടെ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ വർദ്ധിക്കും, അവിടുത്തെ ഉത്പാദനം വർദ്ധിക്കും. എന്ത് സാധനമാണോ ഉത്പാദിപ്പിക്കപ്പെടുന്നത്, ഇറ്റ് മേ ബി പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ സർവീസ്, എന്തെങ്കിലും വസ്തു ഉൽപ്പന്നമാകാം അല്ലെങ്കിൽ സേവനമാകാം, എന്ത് ഉത്പാദിപ്പിക്കുമ്പോഴും അത് കൃത്യമായിട്ട് എല്ലാവരും നല്ല ഭംഗിയിൽ അത് ഉത്പാദിപ്പിക്കും, ക്വാളിറ്റിയോടും ക്വാണ്ടിറ്റിയോടും അത് ഉത്പാദിപ്പിക്കും. അപ്പോ അങ്ങനെ പ്രൊഡക്ഷൻ വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. ഉത്പാദനം വർദ്ധിച്ചാൽ നമുക്കറിയാം എന്ത് ചെയ്യും? പ്രോഫിറ്റും വർദ്ധിക്കും. ഉത്പാദനം കൂടുമ്പോൾ അതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? പ്രോഫിറ്റ് കിട്ടും, ലാഭം കിട്ടും ഇല്ലേ? അതാണ്, അങ്ങനെയാണ്. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റിനെ വർദ്ധിപ്പിക്കാനും ഉള്ള ഒരു വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്തിനുണ്ട്? ഡിസിപ്ലിൻ പോളിസിക്ക് ഉണ്ട്. ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസ് ഉള്ള ഒരു നല്ല ഓർഗനൈസേഷനിൽ മാത്രമേ പെട്ടെന്ന് പ്രോഫിറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് കിട്ടുള്ളൂ. മനസ്സിലായോ? ഇൻക്രീസസ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യാ സെന്റൻസ്. If proper discipline is maintained among the employees in an organization, automatically a friendly environment will push employees to perform more efficiently. കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഓരോ എംപ്ലോയീസിനെയും പ്രേരിപ്പിക്കും, പ്രചോദിപ്പിക്കും. നല്ല ഒരു ഡിസിപ്ലിൻ പോളിസിയാണ് ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ. അപ്പോ അങ്ങനെ ഒരു എന്ത് പറ്റും? ഒരു നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻപുട്ട് എംപ്ലോയീസ് കൊടുക്കുമ്പോൾ ഒരു എന്താ പറയാ വളരെ അഡ്വാൻറ്റേജിയസ് ആയിട്ട് ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും അതിൽ നമുക്ക് കിട്ടാം. ഔട്ട്പുട്ട് കൂടുമ്പോൾ പ്രോഫിറ്റബിലിറ്റിയും കൂടും. അപ്പൊ അത് ഒന്ന് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. വൺസ് ആൻ ഇഫക്റ്റീവ് ഇൻപുട്ട് ഇസ് ഗിവൺ ബൈ ദ എംപ്ലോയീസ്, ദ ഔട്ട്പുട്ട് ഇൻ ടേൺ വിൽ ബി പ്രോഫിറ്റബിൾ ടു ദ ഓർഗനൈസേഷൻ. ഇൻപുട്ട് കൂടുതൽ കൊടുക്കുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ കിട്ടുന്നു. ഔട്ട്പുട്ട് നമുക്ക് വിറ്റാൽ എന്ത് കിട്ടും? ലാഭം കിട്ടും. കേട്ടോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. സോ പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ പ്രോപ്പർ എംപ്ലോയി ഡിസിപ്ലിൻ പോളിസി കൃത്യമായിട്ട് വേണം. എന്തിനു വേണ്ടിയിട്ട്? അത് എംപ്ലോയീസിനെ ടു ഹോൾഡ് ദ എംപ്ലോയീസ് ഫോർ എ ലോങ്ങർ പീരീഡ്. എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പൊ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിലേ അവിടെ നിന്ന് പെട്ടെന്നൊന്നും നമ്മളെ പറഞ്ഞു വിടാൻ പറ്റില്ല. നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആണ്, സമയത്തിന് വരുന്നു, നമ്മളുടെ ജോലി ചെയ്യുന്നു. മറ്റ് എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഉഴപ്പുന്ന മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ വെറുതെ നമ്മളുടെ സമയം ജോലിക്ക് വരുന്ന സമയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച് ജോലി ചെയ്യാതിരിക്കുന്നു, കോൺസെൻട്രേഷൻ ഇല്ലാതെ ചെയ്യുന്നു, വേസ്റ്റ് ഓഫ് ടൈമും വേസ്റ്റ് ഓഫ് മെറ്റീരിയൽസും ഒക്കെ ആക്കി നമ്മൾ ഓർഗനൈസേഷന് ഗുണത്തേക്കാളേറെ ദോഷം കൊണ്ടുവരുന്ന രീതിയിൽ ജോലി ചെയ്ത കാര്യമില്ല അല്ലെ? അങ്ങനെയുള്ളവരെയൊക്കെ പെട്ടെന്ന് കണ്ടെത്തി എങ്ങനെയും മാനേജ്മെന്റ് അതൊക്കെ പിടിച്ച് അവരെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തി പിരിച്ചു വിടാൻ നോക്കും ഒന്ന് പറയും. പക്ഷെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസിനെ they can work for a longer period of time. ജോലി സ്ഥലത്ത് അവർ എവിടെ ജോലി ചെയ്താൽ അവർക്ക് കൂടുതൽ കാലം ജോലി ചെയ്യാം. ആൻഡ് ഓൾസോ അത് മാത്രമല്ല സഹായിക്കുന്ന ഡിസിപ്ലിൻ പോളിസി, they can attract new young talented candidates to the organization. നല്ല യങ് ആയിട്ടുള്ള കുറച്ച് നല്ല യുവജനങ്ങളെ തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കായിട്ട് അട്രാക്ട് ചെയ്യാനും ഒരു ഡിസിപ്ലിൻ പോളിസി കൊണ്ട് സാധിക്കും. മനസ്സിലായോ? യങ് ബ്ലഡ്സിന് എന്ന് വെച്ചാൽ അവിടെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അത്തരം ജോലി സ്ഥലത്ത് ചിലർക്ക് പറയും അവിടെ ഒന്നും പോയി ജോലി ഉണ്ടാകും, കാരണം അവിടെയുള്ള ജോലിക്കാരെ തന്നെ ഉഴപ്പാ, അതിൻ്റെ കൂടെ കൂടി വേറൊരു ഉഴപ്പനും കൂടി അല്ലെങ്കിൽ ഉഴപ്പിയും കൂടി ചെന്നിട്ട് അത് ഇതാകുന്നു അല്ലെ? വലിയ ധാരണയില്ല അവരെ കുറിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി
ഗുഡ് ഡിസിപ്ലിൻ പോളിസി. ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ അവിടെ ഉള്ളതൊക്കെ തകിടം മറിയും, എല്ലാം കുഴപ്പമായി പോകും അല്ലെ. വലിയ ഉത്പാദനവും ഇല്ല, വലിയ ലാഭമൊന്നും ഇല്ല, ഇങ്ങനെ തട്ടിമുട്ടി എല്ലാ ദിവസവും ഇങ്ങനെ വെറുതെ ഒരു ജോലി എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകണ്ട അല്ലെ. നമ്മളുടെ സ്റ്റേറ്റസ്, നമ്മളുടെ ഓരോ പേഴ്സണൽ ഗ്രോത്ത്, എന്താ പറയാ, വ്യക്തിപരമായ വളർച്ചയ്ക്ക് നമ്മുടെ സ്റ്റേറ്റസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ നമ്മൾ ഡേ ബൈ ഡേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി വെൽ ഡിസിപ്ലിൻഡ്. ആ ഡിസിപ്ലിൻ പോളിസിക്ക് അനുസരിച്ച് വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഓക്കെ, ആ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. The organizations with it is very general philosophy എന്നൊന്നും വേണ്ട. The organizations with the proper employee discipline not only holds its employees for a longer period but also attracts more young blood. അതാണ് not only but also എന്ന് പറയുന്ന ഇംഗ്ലീഷിന്റെ രണ്ട് കമ്പൈലേഴ്സ് ഉപയോഗിച്ചിട്ട് രണ്ട് സെന്റൻസുകളെ ഒന്നാക്കി എഴുതിയിരിക്കുകയാണ്. ഏതാണ്? The organizations with the proper employee discipline policy. നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻ പോളിസി ഉള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നു? നോട്ട് ഓൺലി ഹോൾഡ്സ് ഇറ്റ്സ് എംപ്ലോയീസ് ഫോർ എ ലോങ്ങർ പീരീഡ്. അവിടുത്തെ എംപ്ലോയീസിനെ കൂടുതൽ കാലം അവിടെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇതും പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെന്താ ചെയ്യുന്നത്? ഇറ്റ് ഓൾസോ അട്രാക്ട്സ് യങ് ബ്ലഡ്. പുറത്തുള്ള നല്ല യങ് ആയിട്ടുള്ള ആളുകളെ തങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെന്റൻസിന്റെ അർത്ഥം ചിലത് നീണ്ട സെന്റൻസ് ഒക്കെ ആകുമ്പോൾ ഞാൻ അത് വായിച്ചു തന്നെ അർത്ഥം പറയുന്നുണ്ട്, ബാക്കിയുള്ളതൊന്നും അങ്ങനെ പറയുന്നില്ല. അവിടെയുള്ള നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് നിങ്ങൾക്ക് മീനിങ്ങില് ഇങ്ങനെ വളച്ചും തിരിച്ചൊക്കെ പറയുമ്പോൾ കിട്ടാത്തതുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ സെന്റൻസ് മീനിങ് വായിച്ചു പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, യെസ്. സോ ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ദ പാർട്ട്. ഡിസിപ്ലിൻ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഗ്രേവിയൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ അല്ലെ, എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത്, എംപ്ലോയി സേഫ്റ്റി, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്കിവിടെ അവസാനിച്ചത്. എന്താണ് ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ പ്രൊസീജിയേഴ്സ്, അതിന്റെ ഗൈഡ് ലൈൻസ്, അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. എംപ്ലോയീസിന്റെ ഹെൽത്തും സേഫ്റ്റിയും സുരക്ഷിതത്വമാക്കണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മള് എംപ്ലോയീസിന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയെ സംബന്ധിക്കുന്ന കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എംപ്ലോയി ഹെൽത്ത് ആണ്. വാട്ട് യു മീൻ ബൈ ഹെൽത്ത്? ഹെൽത്ത്, ആരോഗ്യം. ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥ, അതിനെയാണോ നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്? അത് മാത്രമാണോ? ഡസ് നോട്ട് സിംപ്ലി മീൻ സിക്നസ്. രോഗമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റീവ് ആൻഡ് ആക്റ്റീവ് കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്ത്, ആരോഗ്യത്തോടെ ഇരിക്കുക, രോഗമില്ലാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് കൂടിയാണ് ഹെൽത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അല്ലെ. എനിക്കിപ്പോ രോഗമൊന്നുമില്ല, പക്ഷെ ഞാൻ ആരോഗ്യവതിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെ നിർബന്ധമില്ല. ചില ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ഇത് ആരോഗ്യതൊന്നുമല്ല, ഇതിനൊക്കെ പല രോഗങ്ങളൊക്കെ ഉള്ളിലുണ്ട്. ഇപ്പൊ വളരെ ആക്റ്റീവായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലെ, ശിക്ഷ ഇതൊക്കെ അങ്ങനെ പറയുന്നത്. പക്ഷെ ഒബിയസ്ലി ഇങ്ങനെ നോക്കുമ്പോ ഉണ്ട്, പക്ഷെ അതൊക്കെ എന്താ പറയാ, മെഡിക്കൽ ഫീൽഡില് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മള് പൂർണ്ണമായിട്ടും ഹെൽത്തി അല്ല, വി ആർ ഫീലിംഗ് അൺഹെൽത്തി എന്ന് അവർക്ക് മനസ്സിലാക്കും. ഓക്കെ, നമ്മൾ എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ, പനിയില്ല, ചുമയില്ലാത്തൊന്നുമില്ല, എന്നൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കും അല്ലെ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹെൽത്ത് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താ പറയാ, എപ്പോഴും ആക്റ്റീവ് ആകുക എന്നുള്ളതും രോഗങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ എന്നുള്ളതും അല്ലെ, ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെയാണ് ഹെൽത്ത് എന്നുള്ളതിന്റെ മീനിങ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഹെൽത്ത് ആണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് കേട്ടോ. ഓർഗനൈസേഷന്റെ ഹെൽത്ത് ഏതാ? ബിസിനസ് ഓർഗനൈസേഷന്റെ ആരോഗ്യം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ, വ്യവസായത്തിന്റെ ആരോഗ്യം. ഇതെന്ന് പറയുന്നത് എന്താണ്? അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓർഗനൈസേഷണൽ ഹെൽത്ത് ആൻഡ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ബോത്ത് ആർ സെയിം. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് പീപ്പിൾസ് ഫിറ്റ്നസ് ആൻഡ് ഡിഫെൻസീവ് റെമഡി വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ടു വേരിയസ് ഇൻഡസ്ട്രീസ്. അതായത് ഞാനിപ്പോ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ എന്ന് പറയുന്ന ഒരു എംപ്ലോയി ആണ്. ആ ജോലി ചെയ്യാൻ എത്രത്തോളം എനിക്ക് ഫിറ്റ് ആണ്, ഞാൻ ആ ജോലിക്ക് അനുയോജ്യനാണോ അനുയോജ്യയാണോ, ആ ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ, ആൻഡ് ഓൾസോ ഡിഫെൻസീവ് റെമഡി, എനിക്കത് ചെയ്യാൻ ഏതൊക്കെ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എനിക്കെതിരെ എന്തെങ്കിലും എന്താ പറയാ ഇന്ന ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം വന്നാലും അതിനൊക്കെ എന്തൊക്കെ ഡിഫെൻസ് ചെയ്ത് എനിക്ക് ആ ജോലി പറ്റുമെന്ന് പറയുന്ന രീതിയിലേക്ക് എനിക്ക് ചെയ്യാൻ, ഏത് ഇൻഡസ്ട്രി ആയാലും
ഏത് ഓർഗനൈസേഷനിലായാലും ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് വിളിക്കുക. മനസ്സിലായത്? ഒരു ഓർഗനൈസേഷനിൽ ഇഷ്ടംപോലെ എംപ്ലോയീസ് വരുന്നുണ്ട്. അവര് ആ ജോലി ചെയ്യാൻ, ഓരോരുത്തർക്കും കൊടുക്കുന്ന ജോലി അവിടെ എത്രത്തോളം നല്ല രീതിയിൽ ആ ജോലി ചെയ്യാൻ ഫിറ്റ് ആണ്, അവരതിന് ആപ്റ്റ് ആണോ, കേപ്പബിൾ ആണോ എന്നുള്ളത്. ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്ത് അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഒരു ഓർഗനൈസേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് വിളിക്കാം. ഈ ഓർഗനൈസേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനെ പഠിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ അതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് അല്ലെ, ഇതൊരു എഡ്യൂക്കേഷണൽ ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സേവനമാണ് കൊടുക്കുന്നത് അല്ലെ, പലതരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പൊ ടീച്ചിങ് ഇതൊരു സേവനമാണ്. എന്താണ്, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ പാരന്റ്സ് വന്നിട്ട് ചോദിക്കും ഇന്ന് എന്താണ് ക്ലാസ്സിൽ തന്നേ എന്ന് ചോദിക്കുമ്പോൾ എടുത്തു കാണിച്ചു കൊടുക്കാനൊന്നുമില്ല നമ്മുടെ കയ്യിൽ. ഇറ്റ്സ് നോട്ട് എ പ്രോഡക്റ്റ് അല്ലെ. ഇവിടെ നമ്മൾ കൈമാറുന്നത്, കൺവേ ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ് അല്ല അല്ലെ, ഒരു ഉൽപാദനം, ഒരു ഉൽപ്പന്നം ഉത്പാദിപ്പിച്ച് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. ബിക്കോസ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സർവീസാണ്, സേവനമാണ്. ടീച്ചേഴ്സ് വരുന്നു, ക്ലാസ് എടുക്കുന്നു, നിങ്ങൾക്ക് ഓരോരോ ടോപ്പിക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു അല്ലെ. അത് നിങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, പഠിക്കുന്നു. നമ്മൾ അതനുസരിച്ച് അത് ഓരോ ദിവസവും നമ്മൾ അതിനെ എന്താ പറയാ വായിച്ചു നോക്കിയൊക്കെ മനസ്സിലാക്കി പഠിക്കുന്നു. അപ്പോൾ തന്നത് ഒരു പ്രോഡക്റ്റ് അല്ല, ഇറ്റ്സ് എ സർവീസ്. അപ്പൊ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, എന്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ആ ഓർഗനൈസേഷൻ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഹെൽത്ത് ആണ്. അത്ര തന്നെ ഓർഗനൈസേഷന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഹെൽത്ത് തന്നെയാണ്. ഹൗ ദേ ക്യാൻ ഡു their duties, responsibilities, perform their job. അവരുടെ ജോലിയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നിർവഹിക്കാൻ പറ്റും, ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാനായിട്ടില്ലേ നമ്മള് എന്താ പറയാ ചില എക്സാമ്പിൾസ് പുകെ പറയാൻ ഞാൻ എക്സാമ്പിൾസ് എടുക്കുക. ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് പറയുമ്പോ അതിനൊന്നും വലിയ കാര്യമായിട്ട് എംപ്ലോയീസിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന വലിയ പ്രശ്നമൊന്നും ഈ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു അസംഷനിൽ നോക്കാം. ഞാൻ പഠിപ്പിക്കുകയാണ്, നമുക്ക് വരാവുന്ന ഏറ്റവും വലിയ എന്താ പറയാ ഒരു ചെറിയ അസുഖം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒച്ചയ്ക്ക് ഉണ്ടാകുന്നതുകൊണ്ട് തൊണ്ടയൊക്കെ അടഞ്ഞു പോകും അല്ലെ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വലിയ ശാരീരിക അധ്വാനം നമ്മൾ ചെയ്യുന്നില്ലല്ലോ, ഫിസിക്കൽ ആയിട്ടുള്ള ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ അത്ര വലിയ, അതേസമയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറ്റൊരു ഉദാഹരണം പറയാം. വലിയ വലിയ ഫാക്ടറീസ്, വലിയ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറീസ്, അവിടെ അവർക്ക് വലിയ ഭാരപ്പെട്ട സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് ലിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലെ. ചിലപ്പോൾ ചില വലിയ വണ്ടികളെ കുന്തിക്കൊണ്ട് പോകേണ്ടി വരും, വലിയ മെഷീൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. സോ ദേ നീഡ് സം ഫിസിക്കൽ സ്ട്രെങ്ത്. അവർക്ക് അവിടെ ആരോഗ്യം എങ്ങനെയുള്ളതാ വേണ്ടത്, ശരീരത്തിന്റെ ആരോഗ്യമാണ് വേണ്ടത് അല്ലെ. അപ്പൊ അതിന് കൂടുതൽ 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 എനർജിയും വേണം അവർക്ക്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോൾ അവർക്ക് ദേ മേ കോസ് സം ഡിസീസസ് അല്ലെ റിലേറ്റഡ് ടു ദെയർ ജോബ്. അവരുടെ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടത് പല രോഗങ്ങളും വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കണം, അവരെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുന്നവരെ, ഫാക്ടറീസിലൊക്കെ നമുക്കറിയാം ജോലി ചെയ്യുമ്പോൾ അവിടെ വിഷവാതകങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പോകും. അതിൽ തന്നെ കിടന്ന് ജോലി ചെയ്ത് അവിടുത്തെ ഒച്ചയും ബഹളമൊക്കെ കേട്ട് പലതരത്തിലുള്ള രോഗങ്ങളും, ശ്വാസകോശ സംബന്ധമായ രോഗമായിരിക്കാം, ചെവി കേൾക്കാൻ പറ്റാത്ത രോഗമൊക്കെ വരും. കാരണം ഈ ഫാക്ടറിയിൽ നിന്നൊക്കെ എപ്പോഴും പല മെഷീൻസിന്റെയും പ്രവർത്തനം ഇങ്ങനെ കാതില് വന്ന് ഇങ്ങനെ സൗണ്ടായിട്ട് വന്ന് പതിയാണല്ലോ. അപ്പൊ ഇത് കേട്ടുണ്ടല്ലോ ഇവരിങ്ങനെ ഉറക്കെ സംസാരിക്കുള്ളൂ. കാരണം അടുത്ത് നിൽക്കുന്ന ഒരു ജോലിക്കാരനാണെങ്കിലും എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും ഒച്ച ഉണ്ടാക്കി പറയണം അല്ലെ. അപ്പൊ ഇതൊക്കെ അവരുടെ ആരോഗ്യത്തെ ശരിക്കും ബാധിക്കും, ശരിക്കും അല്ലെ. അനാരോഗ്യങ്ങളൊക്കെ വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ എംപ്ലോയീസ് ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓർഗനൈസേഷൻ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് വിളിക്കുക. എന്താണ് വാട്ട് ഈസ് ദ എയിം ഓഫ് ഓർഗനൈസേഷണൽ ഹെൽത്ത്? എന്താണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ഓർഗനൈസേഷൻ ഹെൽത്തിന്റെ? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ടു അവോയ്ഡ് ദ ചാൻസസ് ഓഫ് occurrence of any particular disease or injuries, and also instead of focusing on their treatment of disease. അതായത് ഓർഗനൈസേഷന്റെ ഹെൽത്ത് ഒന്നും ഉള്ളത് കൊണ്ട് അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏതെങ്കിലും തരത്തില് ജോലിക്കാർക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങള്, അപകടങ്ങള് അല്ലെങ്കിൽ മുറിവുകള് ഒക്കെ വരാതിരിക്കാൻ നോക്കുക. അതല്ലാണ്ട് അപകടമൊക്കെ വന്നാലും കുഴപ്പമില്ല, അവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, അവരെ രോഗത്തെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാം,
എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതിലല്ല. നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പൊ ജോലിക്കാർ വരുന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കണം. അവര് നാളെയും വന്നാലേ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? നാളെയും അവരിങ്ങോട്ട് തന്നെ വരണം. ഇവിടെ വന്ന് ജോലി ചെയ്താലേ ബിസിനസ് ഓർഗനൈസേഷൻ കൃത്യമായി ഫംഗ്ഷൻ ചെയ്യുള്ളൂ. അല്ല ഇന്നിപ്പോ വരട്ടെ, നമ്മൾ ശമ്പളം കൊടുക്കണ്ടല്ലോ, അവരെ ആരോഗ്യത്തിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എന്ന രീതി പറ്റുമോ? അത് ആലോചിച്ച് നോക്ക്. നമ്മളുടെ ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നു, ഒരു 10 ദിവസം ജോലിക്ക് വന്നപ്പോ ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് ആ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖം വന്നു. അപ്പൊ ആൾക്ക് പിന്നീട് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു, ജോലിക്ക് വരാൻ പറ്റാതെ ആവുന്നു, അല്ലെ? 10 പേര് കൂടെ ചിലപ്പോ അവരത് ഷെയർ ചെയ്യും. എനിക്കൊരു അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ അവിടെ ജോലിക്ക് പോയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നത്. വേറൊരു ആരെങ്കിലും പിന്നെയും ആ ജോലിക്കായിട്ട് വരുമോ? കാരണം അവർക്കും പേടിയുണ്ടാകും നമ്മളുടെ ആരോഗ്യത്തെ കുറിച്ച്. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ജോലിയാ. അവിടെയുള്ള കുറെ പോയിസണസ് ഫ്യൂംസ് ഒക്കെ ശ്വസിച്ച്, അല്ലെ, എനിക്ക് ശ്വാസകോശ സംബന്ധമായ രോഗം വന്നു, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല, അവിടെ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ വന്നത് എന്നുള്ളത് 10 പേരോട് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ തന്നെ ആളുകൾക്ക് അതിനെ കുറിച്ചൊരു ഭയം, അല്ലെ? ആ ജോലിക്ക് ഞാൻ എങ്ങനെ പോകാൻ തോന്നില്ല. അപ്പൊ അതുകൊണ്ട് ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് പറയുന്നത് ഇത്തരം ജോലി സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ മുറിവുകള് അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഓർഗനൈസേഷൻ ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായി? അല്ലാണ്ട് അത് വന്നോട്ടെ കുഴപ്പമില്ല, അത് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് ഭേദമാക്കാലോ എന്ന ചിന്തയല്ല. പ്രധാനമായിട്ടും there are 2 aspects of organizational health or industrial health. ഒരു ഓർഗനൈസേഷൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് 2 ആസ്പെക്ട് ഉണ്ട്. ഒന്ന് ഹെൽത്ത് ഹസാർഡും മറ്റൊന്ന് ഹെൽത്ത് റിസ്കും. ഹെൽത്ത് ഹസാർഡ് ആൻഡ് ഹെൽത്ത് റിസ്ക്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട അപകടങ്ങളും ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ചില റിസ്കുകളും. ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത്, അതായത് ആരോഗ്യപരമായിട്ടുള്ള അപകടങ്ങള് we can see in every organization. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഉണ്ടാവും. ചില അതിനെ നമുക്ക് എന്താ പറയാ ഇല്ലാണ്ടാക്കാനൊന്നും പറ്റില്ല. അതായത് നമുക്ക് അതിനെ ഇല്ലാണ്ടാക്കാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഹെൽത്ത് റിസ്കുകൾ നമുക്ക് മിനിമൈസ് ചെയ്യാൻ, കുറയ്ക്കാൻ പറ്റും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരിടേണ്ട സമയത്ത് അതിനെയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ അപകടങ്ങൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ഹെൽത്ത് ഹസാർഡ്സ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല, ഹെൽത്ത് റിസ്കുകൾ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം, എന്നിട്ട് ഞാൻ അങ്ങോട്ട് താഴോട്ട് പോകാം. ആദ്യത്തേത്, ഹെൽത്ത് ഈസ് എ കൺസ്ട്രക്റ്റീവ് ആൻഡ് ആക്റ്റീവ് കോൺസെപ്റ്റ് ആൻഡ് ഡസ് നോട്ട് സിംപ്ലി മീൻ സിക്നസ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ അടുത്ത സെന്റൻസ് എന്താ പറയാ, ഇത് ഓർഗനൈസേഷണൽ ഹെൽത്ത് ഓർ ഇൻഡസ്ട്രിയൽ ഹെൽത്ത്, ആ രണ്ടും ഒന്ന് തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. അതിന്റെ മറ്റൊരു വേർഡ് എന്താണെന്ന് ചോദിക്കും. ഓർഗനൈസേഷണൽ ഹെൽത്ത് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. അതറിയാൻ വേണ്ടി മാത്രം ആ ഒരു ഭാഗം മാത്രം അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടത്, മെയിൻ എയിം ഓഫ് ഓർഗനൈസേഷൻ ഹെൽത്ത് ഈസ് ടു അവോയ്ഡ് ദ ചാൻസ് ഓഫ് occurrence of a particular disease or injury instead of focusing on the treatment of disease. രോഗം വന്നിട്ട് അതിനെ സുഖമാക്കിക്കോളാം, ഭേദമാക്കിക്കോളാം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യാതെ അങ്ങനെയുള്ള ഇഞ്ചുറീസും ഡിസീസസും വരാതിരിക്കാൻ ഉള്ള എന്താ പറയാ ചാൻസസ്, അങ്ങനെയുള്ള ചാൻസസിനെ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് പറയുന്നത് എയിം ചെയ്യുന്നത് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ there are 2 aspects, അത് ഹെൽത്ത് ഹസാർഡ്സും ഹെൽത്ത് റിസ്കും, അതും അണ്ടർലൈൻ ചെയ്യണം. ഹെൽത്ത് ഹസാർഡ്സും ഹെൽത്ത് റിസ്കും, ആ ഒരു സെന്റൻസ് കേട്ടോ. അടുത്തത്, ഹെൽത്ത് ഹസാർഡ്സ് കനോട്ട് ബി മിനിമൈസ്. ഹെൽത്ത് ഹസാർഡുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, പക്ഷെ ഹെൽത്ത് റിസ്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെ? ബൈ ഓഫറിംഗ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് യൂസിംഗ് അപ്രോപ്രിയേറ്റ് സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ്. അതായത് ആവശ്യത്തിന് പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുത്ത് സേഫ്റ്റി മെഷേഴ്സ്. ചിലപ്പോ ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചില സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയട്ടെ, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ കോവിഡ് ഒക്കെ വന്നപ്പോ അവിടുത്തെ സ്റ്റാഫുകള്, ജോലിക്കാരൊക്കെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവരൊക്കെ ജോലിക്കാരാണല്ലോ, എന്ത് ചെയ്തിരുന്നു? PPE കിറ്റ് എന്ത് ചെയ്തു അവരുടെ കയ്യിലുണ്ടാവും. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എല്ലാം, അതായത് ഗ്ലൗസ്, അതുപോലെ തന്നെ എന്താ പറയാ തലയിൽ വെച്ചിട്ട് ക്യാപ്പ്, നമ്മുടെ കണ്ണു മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ, ബാക്കി എല്ലാ ഭാഗവും ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് കവർ ചെയ്തു. വലിയൊരു കോട്ട്, ലോങ് കാലം വരെ നിൽക്കുന്ന കോട്ട്, മാത്രമല്ല ഒരു ബൂട്ട് പോലത്തെ ഒരു ഷൂസ്, ഇങ്ങനെയുള്ളത് എല്ലാം കൂടി ധരിച്ചിട്ടാണ് അവര്
ഈ എന്താ പറയാ കൊറോണ വന്ന ആളുകളുടെ പേഷ്യൻസിന്റെ മുമ്പിലേക്കൊക്കെ ചെന്നത്. അതിൽ മരിച്ചവരെയൊക്കെ കുറെ പേരൊക്കെ അവിടേക്ക് മരിച്ചപ്പോ അവരെയൊക്കെ എടുത്ത് അടക്കം ചെയ്യുന്നോട്ടേക്ക് കൊണ്ടുപോകാനൊക്കെ ഈ ഒരു സാധനം മുഴുവനും ധരിച്ചിട്ട് അവർ പോയത്. കണ്ടിട്ടുണ്ടോ വീഡിയോസ് ഒക്കെ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ എന്തോരം വീഡിയോസ് ആണ് ആളുകൾ കിടന്ന് കറങ്ങി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതെ. എന്നിട്ട് സ്ട്രെച്ചേഴ്സിലൊക്കെ കൊണ്ടുവന്ന് എല്ലാത്തിനെയും കൂടി ഒരു സ്ഥലത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ഒരുപാട് പേര് ഒരുമിച്ചൊക്കെ മരിച്ചു. എല്ലാവർക്കും സെപ്പറേറ്റ് നമ്മൾ വലിയ മരിച്ചു പോകുന്ന സമയത്ത് അന്ത്യോപചാരങ്ങളൊക്കെ ഒരുപാട് വലിയ ഫംഗ്ഷനൊക്കെ ആയിട്ട് നടത്തുന്ന സ്ഥാനത്ത് അന്ന് എങ്ങനെയെങ്കിലും ആ ബോഡി എവിടെന്നെങ്കിലും മാറ്റിയാൽ മതി എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ആളുകൾക്ക്. ബിക്കോസ് അതിന്റെ അണുക്കളൊക്കെ ആളുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒത്തിരി ചാൻസസ് ഉണ്ട്. കൂടുതൽ പേര് മരിക്കാതിരിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. അതിനെയാണ് നമ്മൾ ഹെൽത്ത് റിസ്കുകൾ. അപ്പൊ നമ്മൾ അതിലേക്ക് കുറേയൊക്കെ കുറയ്ക്കാം. അങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് കുറെ സേഫ് ആകാം. അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സും പ്രിക്കോഷൻസും ഒക്കെ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്ത് നമ്മളുടെ ഹെൽത്ത് റിസ്കുകളെ പരമാവധി നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹെൽത്ത് ഹസാർഡ് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ. ആൻഡ് ഓൾസോ അതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് പ്രോഗ്രാമുകൾ ഒക്കെ ഹെൽത്ത് പ്രിസർവേഷന് വേണ്ടിയിട്ടും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി പ്രോഗ്രാമുകളൊക്കെ ബിസിനസ് ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. മനസ്സിലായോ? ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ലാസ്റ്റത്തെ എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുന്ന ഭാഗം ഒന്ന് വെറുതെ വായിച്ചു നോക്കി വേഗം. കുഞ്ഞു 3 പാരഗ്രാഫാണ്. ഒരു വേഗം വായിച്ചു. ഓക്കെ. അപ്പൊ ഇത്ര വരെ. അടുത്ത ദിവസത്തേക്ക് വായിച്ചൊക്കെ വരാം. അടുത്തൊരു ടോപ്പിക്കാണ്. ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അടുത്തൊരു ഹെഡിങ് ആയിരുന്നത് കൊണ്ട് നമുക്ക് അടുത്ത ദിവസം ബാക്കിയെടുക്കാം. ഓക്കെ. സീ യു. താങ്ക് യു. ബൈ.